അങ്ങനെ ഗായ്സ് നമ്മൾ വിറക് വറുക്കാനായിട്ട് പോവുകയാണേ. എന്താ ഇവിടെ ഇപ്പോൾ നല്ലൊരു കാറ്റടിച്ചേനു. അപ്പോൾ കുറച്ച് വിറകൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോവുകയാണേ. അപ്പം പറയുകയാണെങ്കിൽ നമ്മളെ റബ്ബറിൻ തോട്ടമാണ് ഇതാക്കണം. അതിനിടയ്ക്ക് എന്തോ ഒരു വടി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇവിടെ ആക്കണ അതാ അവിടെ ഇതിൻ്റെ അവിടെ നിന്ന് അതോ അമ്മേ തലേ കൂടെ കാണാൻ ചാടും അമ്മ. അപ്പൊ കൂടെതാ നമ്മളെ ചെറുമ്മയുണ്ട് കേട്ടോ. നമ്മളെ സ്ഥലത്തേക്ക് കൂടെതാ നമ്മളെ ചെറുമ്മയുണ്ടായി. അപ്പൊ നമ്മള് ഹലോ, സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ലച്ചുമോള് പറഞ്ഞ പോലെ തന്നെ വിറക് പെറുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചെറിയൊരു കാറ്റടിച്ചായിരുന്നു. അപ്പോൾ തോട്ടത്തിൽ കൂടെ ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ കുറേ ആയിട്ടൊന്ന് ചുള്ളലൊക്കെ പെറുക്കാൻ പോയിട്ട് ചുള്ളലേ കിട്ടുള്ളൂ കേട്ടോ. വലിയ വിറകൊന്നും കിട്ടുന്നില്ല. എന്നാലും നമുക്ക് തീ പിടിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ഉണ്ട് കൂടെ. അപ്പോൾ ലച്ചുവിനോട് പറഞ്ഞതാണ് പോരണ്ടെന്നൊക്കെ. അപ്പോൾ അവൾ പിന്നാലെ കൂടിയതാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ പോരണ്ട പറഞ്ഞതിരുന്നു കേട്ടോ. കുട്ടികളെ നോക്കി അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ കേട്ടിട്ടില്ല. ഫോണും കൈ പിടിച്ച് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ റബ്ബറും തോട്ടമാണ് കേട്ടോ. ചിലർക്കൊക്കെ അറിയാനുണ്ടാവും. പിന്നെ ആ റബ്ബറും തോട്ടത്തിൻ്റെ കുറച്ച് അങ്ങോട്ടൊക്കെ തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഇവിടത്തൊക്കെ ഒരു ചേച്ചി കുറച്ച് നേരത്തെ വന്ന് പെറുക്കി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഞങ്ങൾ നോക്കണില്ല. സ്ഥിരമായിട്ട് ഞങ്ങൾ ഈ തോട്ടത്തിൽ കൂടെയാണ് നോക്കാറ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കുള്ളികളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നമുക്ക് തീ പിടിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലതാണല്ലോ. റബ്ബറിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. വീതിനേൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് അപ്പുറത്തുള്ളൊരു തോട്ടത്തേക്കാണ് പോണത്. മക്കളൊക്കെ പിന്നെ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്തുണ്ട് കേട്ടോ. മുകളിലേക്കാക്കിയിട്ട് അങ്ങനെ പോകുന്നതാണ്. കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നാലെ കൂടും കേട്ടോ. കണ്ട ഗൈസ് കാറ്റൊക്കെ അടിച്ചത് കണ്ടപ്പോൾ വിചാരിച്ചു നല്ലോണം ചുള്ളലൊക്കെ ചാടിയിട്ടുണ്ട്. പക്ഷേ തീരെ ചാടിയിട്ടില്ല കേട്ടോ. അതോ ആരെങ്കിലും വന്ന് പെറുക്കി പോയതാണോ അറിയില്ല കേട്ടോ. കാരണം ഇവിടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ വരലുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് കാറ്റടിച്ചാലൊക്കെ എല്ലാവരും വന്ന് ചുള്ളലൊക്കെ പെറുക്കി പോകും കേട്ടോ. ഞങ്ങളിവിടെ നാട്ടിൻപുറത്തുകാരൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാരൊക്കെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ തീ മൂട്ടാറ്. ഗ്യാസ് അങ്ങനെ പൊതുവേ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കും, പക്ഷേ ചെറിയ ചായ വയ്ക്കാൻ, കുക്കറിൽ എന്തെങ്കിലും കറി വയ്ക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. വളരെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ മൊത്തവും ഗ്യാസുമ്മ വെക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് വിറക് അത്യാവശ്യമാണ്. അപ്പം എനിക്ക് പൊതുവേ ഇപ്പോൾ വിറക് കുറവാണ് കേട്ടോ. ചുള്ളൽ വിറക് തീരെയില്ല. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഇവിടെ അടുത്ത് കൂടെ ഉള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ തോട്ടം. അപ്പോൾ ദാ ചെറിയമ്മയ്ക്കും ഒരു വലിയ കൊള്ളി കിട്ടിയിരിക്കുന്നതായി. നമുക്കും കിട്ടിയിട്ടുണ്ട്. അതാ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു വ്യൂ പ്ലേസ് ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു പാടും നല്ല രസമാണ് കേട്ടോ. വൈബാണ് ഇവിടെ വന്നൊക്കെ ഇരിക്കാനായിട്ട്. മാക്കി കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമാണ്. ചിലപ്പോൾ ഇവിടെ കൊക്കുകളൊക്കെ വരും. എൻ്റെ അമ്മ പൊള്ളിയാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ ഒക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാട്ടോ. പേടിയല്ല, നമുക്ക് പോകുന്നതൊക്കെ ഒരു ഡൗട്ടാണ്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ അപ്പുറ ഭാഗമൊക്കെ പാടാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിക്കാരാണ്. നെല്ലും വാഴയും ഇതൊക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ തെങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് അങ്ങോട്ട് കൃഷിയാണ്. അപ്പം ഞാനൊക്കെ ആദ്യമൊക്കെ ഇത് കൂടെ ഒറ്റയ്ക്ക് വന്നിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഇവിടെ അടുത്തൊക്കെ പുലി ഇറങ്ങി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് വന്നാൽ പേടിയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടത്തോടക്കേ വരുള്ളൂ.
പുലി ചിലപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിലും പന്നികൾ ചിലപ്പോൾ ഉണ്ടായിക്കൂടായികല്ല കേട്ടോ. കാരണം പന്നികൾ രാത്രിയൊക്കെ ആയാൽ നമ്മുടെ റബ്ബർ തൊടിക്ക് നമ്മൾ വീടിൻ്റെ നേരെ താഴെ ഉണ്ടല്ലോ ആ ഭാഗത്തേക്കൊക്കെ പന്നിയും അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കിടക്കണത്. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു പേടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ കേട്ടോ. ഒറ്റയ്ക്ക് ഇപ്പം അങ്ങനെ വരാറില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ പുല്ലൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ജന്തുക്കളുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒരു പേടിയാണല്ലോ നമ്മളിങ്ങനെ പിന്നെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ. ഇത് പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്ന വേറൊരു തോട്ടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ മൊത്തത്തിലൊരു തോട്ടം മാത്രമേ തോന്നുള്ളൂ, പക്ഷേ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് നടന്നാൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ എനിക്കാകെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. രഞ്ജുവിന് പിന്നെയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ചുള്ളലാവുകൊണ്ട് തന്നെ ഞാൻ തീ പിന്നെ പിടിപ്പിക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ കത്തിക്കാനൊക്കെ എൻ്റെ അടുത്ത് നല്ല വലിയ കൊള്ളിയുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുറേ ദിവസത്തിനുണ്ടാവും കേട്ടോ. ഇങ്ങനെ കുറച്ച് കിട്ടിയാൽ തന്നെ. എന്നാൽ തന്നെ ഇപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയും അടുപ്പത്ത് കത്തിക്കേണ്ട, ഗ്യാസിൽ കത്തിച്ചാൽ മതി എന്നിങ്ങനെ പറയും കേട്ടോ. കാരണം പുക ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ മങ്ങിയ കളറാവുകയാണ്. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ കത്തിക്കേണ്ട, നമുക്ക് ഗ്യാസുമ്മ കത്തിച്ചാൽ മതി എന്നങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു നിർബന്ധത്തിനാണ് ഞാൻ അടുപ്പിൽ കത്തിക്കുന്നത് കേട്ടോ. എനിക്ക് പൊതുവേ അടുപ്പ് കത്തിക്കാനാണ് ഇഷ്ടം. ചോറും ചുക്കുവെള്ളവും പിന്നെ അതേപോലെ തന്നെ ചായക്കടിയൊക്കെ എനിക്ക് അതിൽ ഉണ്ടാക്കണതാണ് കേട്ടോ ഇഷ്ടം. ഇതാ ഒരു വെള്ളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് പൂന്തലാണ്. അക്ബറലാമി അമ്മ. ഓ ഗായ്സ്, ഇതട്ടോ ഗായ്സ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പാടാണ് ഗായ്സ്. ഇതാണ് നമ്മളെ ചേലോട്, കണ്ടോ? ഇത് ചേലോടിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ. റോഡിൻ്റെ കുറച്ച് സൈഡായിട്ട് തന്നെയാണ് ഇതൊക്കെ വരുന്നത്, പാടം. അപ്പോൾ ഞങ്ങൾ തോട്ടിക്കൊന്നും ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ഇവിടേക്ക് അച്ഛനും പിന്നെ ലച്ചുമോളൊക്കെ നാൾ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. വെറുതെ കുട്ടികളെ പറ്റിക്കാൻ അങ്ങനെ അച്ഛൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ പാട്ടത്തിന് നെല്ലൊക്കെ കൃഷി ചെയ്തിരുന്നു കേട്ടോ ഇവിടെ പാടത്ത്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അച്ഛയ്ക്കും അമ്മയ്ക്കൊക്കെ വയ്യാതായതുകൊണ്ട് ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ചാക്കിൽ എന്തോ സാമാനുണ്ട് നോക്കട്ടോ. അയ്യവാ നിറച്ച് കുപ്പികളാണ് ഗൈസ്. ദൈവം ഇതൊക്കെ കാലുമ്മ കുത്താവും. വേറെ എന്തെങ്കിലും ഇട്ടണാവും ഇവിടെയൊക്കെ. കാലുമ്മ കുത്തി കയറി. വലയൊക്കെ ഇട്ടുണ്ടടി. നോക്കിയാ വലേൻ്റെ സമയം, വലേൻ്റെ സംഭവം. അമ്മേൻ്റെ ചെരുപ്പ് പോയി. അതാ കിട്ടണില്ല. കിട്ടോ അയ്യവാ കിട്ടി. കിട്ടോ എൻ്റെ കാല്. പോവാ കൂനോ ഇതിനെ കൊണ്ട് കുടുങ്ങിയ റബ്ബറിനെ ചെരുപ്പിട്ടേ ഞാൻ ഇന്നാളെ ദിവസം ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ എന്റെ ചെരുപ്പ് പോയി. എന്നിട്ട് അച്ഛൻ ചേട്ടന്ന് നിങ്ങൾ ഇന്നാള് ഇങ്ങോട്ടാ വന്ന് മീൻ പിടിക്കാം. മീൻ പിടിക്കാൻ ഇങ്ങോട്ടാ വന്നത്. പക്ഷേ നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴയും പെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞാൻ അങ്ങോട്ട് പോവില്ല, പോവാ. നമ്മൾ പോവാനായിട്ട് ഒരുങ്ങാണേ. ഒരുങ്ങല്ല, പോയി. മഴയത്ത് വരലുണ്ട് അതൊക്കെ. ആ അമ്മ, ഞാനത് പറയാനെന്ന് വന്നത്. കണ്ട ഗൈസ്, സ്റ്റെക്കായി നിൽക്കണേ ഗൈസ്. അമ്മ ഇങ്ങനെ ഏറ്റി കൊണ്ടിരാണ്. അമ്മ എങ്ങനെയുണ്ട്? എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ഞാൻ ഏറ്റില്ല. ഞാൻ വെറുതെ നിങ്ങളപ്പം വെറുതെ ഒരു കമ്പനിക്കാണ്. ഓ എന്തൊക്കെയും കൊടുക്കും. അമ്മ കൊതുകടിക്കണ്ട അമ്മ, വീട്ടിൽ നിന്ന് കട്ടാ. ഓ ഉണ്ട്. അമ്മ കെട്ടുകയാണേ അടിയിൽ നിന്ന്. ആകെ കുറച്ച് വിറകെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്നാലും അത് കെട്ടിക്കൊണ്ട് പോകാൻ വിചാരിച്ചു. സാധാരണ ഞങ്ങൾ കയറൊന്നും എടുക്കാതെയാണ് കേട്ടോ പോരാറ്. അപ്പം ഞങ്ങൾക്ക് നല്ലോണം വിറകും കിട്ടും. പിന്നെ ഞങ്ങൾ കയറിന് വാഴേൻ്റെ സംഭവങ്ങളോ അല്ലെങ്കിൽ എന്താ പാളുണ്ടല്ലോ, പാള പറഞ്ഞാൽ കഴുങ്ങിൻ്റെ
പട്ടുണ്ടല്ലോ അത് ചീന്തി കണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ കെട്ടാറ്. അപ്പോൾ ഇന്ന് കയറ് കയ്യിൽ പിടിച്ചപ്പോൾ തീരെ കിട്ടിയതുമില്ല കേട്ടോ. കയറും പിന്നെ അതേപോലെ തന്നെ തലയിൽ വെക്കാനൊരു തുണിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേന് തല ഒരു വിധാവും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ രഞ്ജുവിൻ്റെതും ആൾ കെട്ടുകയാണ് കേട്ടോ. അതും കൂടെ കെട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് പോണത്. ഇത് ഇറക്കത്തേക്ക് കൊതുകുണ്ട്. ആരെങ്കിലും വിളിച്ചല്ലേ ഞങ്ങൾ ഇങ്ങനെ പോന്നു. ശരിയല്ലേ? ഞാൻ കൊള്ളി അപ്പൊ വയ്ക്കുവോ? ആ വലിച്ചോണ്ടേ. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറലുണ്ട്. അതൊന്നും സാരാക്കിയിട്ടില്ല. ഞങ്ങളിതൊരു ഈവനിങ് ടൈമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വീട്ടിലത്തെ ജോലിയൊക്കെ ഏകദേശം തീർത്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നേരെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും, മീൽ കഴുകാൻ പോവും. അതാണ് കേട്ടോ പ്ലാന്. എൻ്റെ വിറകിൻ്റെ കെട്ട് കണ്ടില്ലേ, ചെറുതാണ് കേട്ടോ. അത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ പൊന്തിച്ചു കേട്ടോ. വലിയ ഭാരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറഞ്ഞ നനവുള്ള വിറകും കൂടി ആയതുകൊണ്ട് ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വലിയ കനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതാ രഞ്ജു മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. അതാ കാണുന്നതാണ് നമ്മളെ വീട് കേട്ടോ. നമ്മൾ തോട്ടത്തിൻ്റെ താഴത്ത് കൂടെ പോന്നിട്ട് അങ്ങനെ മേലക്കൂടെയാണ് കയറി വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മളെ വീടിൻ്റെ അവിടെ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്ന് തന്നെ ഒന്നും പൊട്ടിച്ചൊന്നും വെക്കൊന്നുമില്ല, അവിടെ കൊണ്ട് വയ്ക്കും കേട്ടോ. ഇപ്പം തന്നെ നല്ല ക്ഷീണമായിട്ടുണ്ട്. കാരണം ഞാനൊരു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്ക് പെയിൻ ആണിപ്പോൾ. അപ്പോൾ പിന്നെ കുമ്പിട്ട് നൂർന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഒക്കെ പാടൊന്നിച്ച് എനിക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇത് ഇന്നിപ്പോൾ അവിടെ കൊണ്ടുപോയി ഇട്ട് കെട്ടൊക്കെ അഴിച്ച് അങ്ങനെ വെക്കും. എന്നിട്ട് നാളെയാണ് കേട്ടോ ഒക്കെ പൊട്ടിച്ചൊക്കെ റെഡിയാക്കി വയ്ക്കുക, ഉണക്കി അവിടെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് അങ്ങനെ എടുക്കാറാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ മുകളിലാണ്. എൻ്റെ മുറ്റം കണ്ടിട്ട് ആരും ഞെട്ടണ്ട. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാറ്റടിച്ചിരുന്നു എന്ന്, അപ്പോൾ ചാടിയതാണ് കേട്ടോ. മൊത്തം ചുറ്റും റബ്ബറായതുകൊണ്ട് നമുക്ക് വിറക് കിട്ടും എന്നൊരു ഗുണമുണ്ട്. പക്ഷേ മറ്റതും കൂടിയാണ് കേട്ടോ, ഇല ചാടുന്നുള്ളൊരു ദോഷം കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇനി ഇത് നാളെ പൊട്ടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ അതാ വീട്ടിലെത്തി. ആകെ നനഞ്ഞു, കാരണം ആ തോട്ടിക്ക് ഇറങ്ങിയതുകൊണ്ട്. ഇനി ചെന്ന് ഒന്ന് മേൽ കഴുകട്ടെ. ഇനിയിപ്പോൾ അത് വിറക് അവിടെ കിടക്കട്ടെ. നാളെ വെയിലിറക്കുമ്പോൾ ഒന്ന് വെയിലത്തിട്ടിട്ട് വെള്ളം ഒന്ന് വാർന്നിട്ട് വിറകട്ടിയുമേക്ക് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും ബൈ.